ഞങ്ങൾ വീട്ടിലെ കോഴീനെ അണ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അണ വെച്ച ടൈമിൽ മഴയുണ്ടായിരുന്നു, ഇടിപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഇടിപൊട്ടലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട കേട് വന്ന് പോകുമെന്നാണ് പറയാറ്. 7 മുട്ട വെച്ചതിൽ 5 വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മുട്ട കേട് വന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കളയാമെന്ന് വെച്ചപ്പോൾ അതിന് സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളതൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കോഴിക്കുട്ടി ആണ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങളതിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് അതിങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല, ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് നേരെ അറിയുന്നുണ്ട് കേട്ടോ. കാലൊക്കെ അനങ്ങുന്നുണ്ട് നന്നായിട്ട്. ആ മുട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്ന അതേ ആ ഒരു പൊസിഷനിലാണ് കേട്ടോ കോഴിക്കുട്ടി അത് മുട്ട തോടൊക്കെ മാറ്റിയപ്പോഴും നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കാലൊക്കെ അനക്കി കൈയൊക്കെ അനക്കി അങ്ങനെ വരുന്നുണ്ടായിരുന്നു. കുട്ടീനെ എന്തായാലും മുട്ടത്തോടിൻ്റെ ഉള്ളിൽ നിന്ന് സേഫാക്കാൻ പറ്റിയിട്ടോ. പിന്നെ ഇതേ ആള് നല്ല ഉഷാറായി കയ്യിൽ ഇതേ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് തലപ്പൻ്റെ ചൂടൊന്ന് തട്ടണം, എന്നാലേ ഒന്ന് ബെറ്റർ ആവുള്ളൂ. അപ്പോൾ തലപ്പട്ടൻ്റെ ചൂട് തട്ടാൻ വേണ്ടിയിട്ട് തലപ്പട്ടിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ പിറ്റേ ദിവസം നോക്കിയപ്പം ആൾ ഉഷാറായിരിക്കണു. തീറ്റയൊക്കെ തിന്നുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അതിന് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കോഴിക്കുട്ടിയുടെ തീറ്റയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ആൾ ഉഷാറായി തലപ്പട്ടിൻ്റെ കൂടെ സുഖമായി.